ഡ്രീംസ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോ വരാമെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഒരു ടീച്ചർ ഉണ്ടാവും നമ്മളെ ലൈഫിൽ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തതും നമ്മളെ എല്ലാ രീതിയിലും നമ്മളെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ഒരു ടീച്ചർ ഉണ്ടാവും. ആ ടീച്ചർ ആരാണെന്നും ആ ടീച്ചറെ എന്തുകൊണ്ടാണ് ആ ടീച്ചർ ഫേവറേറ്റ് ആയെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മളിന്ന് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോകുന്നത്. സോ ബിഫോർ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വൺസ് അഗെയിൻ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എവിടെ സ്ഥലം? മോളെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ജീഷ്മ ടീച്ചറാണ് മോളെ ഫേവറേറ്റ് ടീച്ചർ. എന്താ റീസൺ? എന്തുകൊണ്ടാണ് ജീഷ്മ ടീച്ചർ ഇഷ്ടപ്പെടാനുള്ള കാരണം, ഫേവറേറ്റ് ആവാനുള്ള കാരണം? എന്താ പഠിപ്പിക്കുന്നത്? മാത്സ് ടീച്ചറാണ് കേട്ടോ ജീഷ്മ മാം. ഏതാ സ്കൂള്? വി പി എം സ്കൂളിലെ ജീഷ്മ ടീച്ചർക്ക് ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ജാലിബ മുസിന. എവിടെ സ്ഥലം? ഇരിക്കൂറ. അപ്പോൾ ഓഫർ കണ്ടിട്ട് വന്നതാണ്. എങ്ങനെ ഓഫർ എങ്ങനെയാണ്? ഇൻസ്റ്റാ. നിങ്ങളെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ശശികല ടീച്ചർ. ശശികല ടീച്ചർ എന്താ പഠിപ്പിച്ചത്? ബയോളജി. ഏതാ സ്കൂള്? ഇരിക്കൂർ സ്കൂളിലെ ബയോളജി പഠിപ്പിക്കുന്ന ശശികല ടീച്ചറാണ് ഇവരെ ഫേവറേറ്റ് ടീച്ചർ. സോ ശശികല ടീച്ചർ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. രേഷ്മ ടീച്ചർ എന്താ പഠിപ്പിച്ചത്? മലയാളം പഠിപ്പിച്ച രേഷ്മ ടീച്ചർക്ക് ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അബ്ദുൽ സത്താർ. എവിടെ സ്ഥലം? SM പാർക്ക്. ഫേവറേറ്റ് ടീച്ചർ ആരാണ്? കൗസല്യ ടീച്ചർ. കൗസല്യ ടീച്ചറാണ് ഫേവറേറ്റ് ടീച്ചർ. ഏതാ സ്കൂള്? പുഴാതി കക്കാട്. കക്കാട് പുഴാതി സ്കൂളിലെ കൗസല്യ ടീച്ചർ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പുറം പഠിപ്പിലും എന്നെ അത്യാവശ്യം ശ്രദ്ധിക്കും. പഠിച്ചിട്ടില്ലെങ്കിൽ കറക്റ്റ്, അതായത് കുറച്ച് പഠിക്കാൻ കുറച്ച് ഉഴപ്പാണ് ഞാൻ, എന്നാലും ടീച്ചർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് അതാണ് രസം. പഠിക്കത്തില്ല, പക്ഷെ എന്നാലും വളരെ നിർബന്ധിച്ചിട്ട് എന്നെ പരമാവധി ശ്രദ്ധിച്ചിന്. അതുകൊണ്ടാണ് ഈ ലെവലിലെങ്കിലും എത്തിയത്. ടീച്ചർക്ക് ഒരു സല്യൂട്ട്. ബിഗ് സല്യൂട്ട് കൗസല്യ ടീച്ചർക്ക്. ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമ്മളോട് ഇന്നൊരു ടീച്ചർ ഉള്ളത്. നമുക്ക് ടീച്ചറെ പരിചയപ്പെടാം, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. മാമിന്റെ പേര്? My name is Gina. Right now I'm working in AKG CHS as assistant professor. Okay. So definitely every teacher is a favorite, but നമ്മുടെ മൈൻഡിൽ എപ്പോഴും നിൽക്കുന്ന ഒരു ടീച്ചർ ഉണ്ടാവും. That is definitely എൻ്റെ +2 ടൈമിൽ she was my coordinator and her name is Simi ടീച്ചർക്ക് happy teachers day. Every teacher is indeed special, but she is someone who I always remember, who I always admire. Like teachers should be someone special. She should be someone who has to inspire the children. So definitely I really miss her and I really remember her in every occasion. My special wishes to every teachers. Okay, thank you. പേര്? ആര്യ. ദിവ്യ. എന്താണ്? ഞാൻ വർക്ക് ചെയ്യുന്ന. എവിടെ? റേഡിയോഗ്രാഫർ ആയിട്ട് കിംസ് ഹോസ്പിറ്റലിൽ. നിങ്ങളെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുന്ന ഒരു സാറായിരുന്നു, അഖിൽ സാർ എന്ന പേര്. അഖിൽ സാർ ആട്ടോ ഫേവറേറ്റ് ടീച്ചർ. സാറ് ഞാൻ റേഡിയോളജി പാരാമെഡിക്കൽ പഠിക്കുമ്പോൾ എൻ്റെ സാറായിരുന്നു. എൻ്റെ ലൈഫിൽ കിട്ടിയത് എനിക്ക് ഏറ്റവും വലിയൊരു, എന്താ പറയുക, അത്രയും വലിയൊരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാറായിരുന്നു. പക്ഷേ സാറ് മരിച്ചിട്ട് ഇപ്പോൾ 1 year ആയി. സെപ്റ്റംബർ 1 1 year ആയി. ഒരു ബഹ്റൈനിൽ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. ഓക്കെ, വീണ്ടും നമുക്കൊരു ടീച്ചർ തന്നെയാണ് ടീച്ചേഴ്സ് ഡേ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് പരിചയപ്പെടാം. സാറിൻ്റെ പേര്? എൻ്റെ പേര് TK സുരേഷ് ബാബു, സ്വദേശം കൂട്ടാളി. ഞാൻ ഹൈസ്കൂൾ പ്രൊമോഷനായി, പിന്നെ ഹൈസ്കൂൾ HM ആയി, ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. AU ആയിട്ട് 2020 ചെറിയ ആളല്ലേ കിട്ടിയിട്ടുള്ളത്. കോവിഡ് സമയത്താണ് എനിക്ക് റിട്ടയർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഏകദേശം 36 വർഷത്തെ സർവീസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മികച്ച അധ്യാപനം എന്ന് പറഞ്ഞാൽ എൻ്റെ LP സ്കൂളിൽ പഠിപ്പിച്ച കാർത്തിയായനി ടീച്ചർ. കാർത്തിയായനി ടീച്ചറാണ് സാറിൻ്റെ ഫേവറേറ്റ് ടീച്ചർ. കാരണം 1ാം ക്ലാസ്സിൽ എനിക്ക് ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച കാർത്തിക, നമ്മൾ അമ്മയെന്നാണ് വിളിക്കാറ്. ആ ടീച്ചറുടെ ഭർത്താവും ആ സ്കൂളിൻ്റെ മാനേജറുമായ നാരായണ മാഷും കൂടിയുണ്ട്. മാഷ് എന്ന് പറഞ്ഞാൽ കപ്പട മീശയിലായിട്ടുള്ള ജുബയിലിട്ടിട്ടുള്ള മാഷാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മാഷിയായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹം കുട്ടികളോട് കാണിച്ചിട്ടുള്ള ഒരു അധ്യാപകം കൂടിയായിരുന്നു നാരായണ മാഷ്. അത് പിന്നീട് നമ്മൾ അധ്യാപകരായിട്ട് ജോലി ചെയ്ത സമയത്താണ് നമുക്ക് റിയലൈസ് അധ്യാപകൻ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതൊക്കെ പഠിക്കാൻ കഴിഞ്ഞ ഒരു മാതൃക അധ്യാപകരായിരുന്നു ദേശമിത്ര LP സ്കൂളിലെ അധ്യാപകരായ കാർത്തികൻ ടീച്ചറും നാരായണ മാഷും. സെപ്റ്റംബർ 5 നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ
ജീവചരിത്രം തന്നെ നമ്മൾ അധ്യാപകർക്ക് മാതൃകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സമ്മാനങ്ങളൊന്നും വേണ്ട, എൻ്റെ ജന്മദിനം നിങ്ങൾ അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഹാനായ ഒരു അധ്യാപകനായതുകൊണ്ട് രാഷ്ട്രം സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് അറിയിക്കുന്ന എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ ഈ അധ്യാപനത്തിൽ ഭാവുകങ്ങൾ ആശംസകൾ നേടും. താങ്ക് യു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഓക്കെ, താങ്ക് യു.